ഹായ് ഫ്രണ്ട്സ്, ഡ്രീം ഗാർഡനിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ മണി പ്ലാന്റ് വെച്ച് ഒരു മരം എങ്ങനെ സെറ്റ് ചെയ്യാം എന്നുള്ളതാണ്. നമ്മൾ ഈ മണി പ്ലാന്റ് മരം സെറ്റ് ചെയ്യുന്നത് വെള്ളത്തിലാണ്. നിങ്ങൾക്ക് ഇതുപോലത്തെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി നമുക്ക് ഇതിലോട്ട് ഗ്രീൻ പെയിൻറ് അടിച്ചു കൊടുക്കാം. ഗ്രീൻ പെയിൻറ് ഉള്ളവർ അടിച്ചാൽ മതി, ഇല്ലെങ്കിൽ നിർബന്ധമില്ല. ഞാനൊരു ഗ്രീൻ ലുക്ക് കിട്ടാൻ വേണ്ടിയാണ് ഇതിൽ ഗ്രീൻ പെയിൻറ് അടിച്ചു കൊടുത്തിട്ടുള്ളത്. ഇതുപോലെ ഗ്രീൻ പെയിൻറ് അടിച്ചു കൊടുക്കാം. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു ഐഡിയ ആണ് ഇത്. ഇനി നമുക്ക് ഇൻസുലേഷൻ ടാപ്പ് വെച്ച് ഇതിൻ്റെ അടിഭാഗം ഒന്ന് നന്നായിട്ട് പശ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നമുക്ക് പ്ലാസ്റ്റിക് കോട്ടിംഗ് കൊടുക്കണം, അല്ലെങ്കിൽ ഇതിൻ്റെ കമ്പ് വെള്ളത്തിൽ വയ്ക്കുമ്പോൾ പെട്ടെന്ന് ചീഞ്ഞു പോകും. അതുകൊണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇത് ചുറ്റിക്കൊടുക്കാം. പച്ചക്കമ്പൊക്കെ ആണെങ്കിൽ വെള്ളത്തിൽ വെക്കുമ്പോൾ പെട്ടെന്ന് കിളുത്ത് വരും. അതിനൊക്കെ ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ഉണക്കക്കമ്പാണെങ്കിൽ വലിയ കുഴപ്പമില്ല. ഇതുപോലെ ഇതിൻ്റെ അടിഭാഗം നന്നായിട്ടൊന്ന് ടേപ്പ് വെച്ച് ചുറ്റണേ. ഇത് കണ്ടില്ല, ഞാൻ ഇത് മുഴുവനായിട്ട് ഇവിടെ കവർ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകൾ ഭാഗവും ഇതുപോലെ ഈ വെള്ളത്തിൽ ഇറങ്ങി നിൽക്കുന്ന ഭാഗം മുഴുവനായും ഒന്ന് ടേപ്പ് വെച്ച് ചുറ്റിക്കൊടുക്കാം. ഇതുപോലെ ഒന്ന് ചുറ്റുന്നത് വളരെ നല്ലതാണ്. ഇതുപോലെ ഒന്ന് ചുറ്റി സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഇപ്പം തന്നെ ഒരു മരത്തിൻ്റെ ശിഖരങ്ങൾ നിൽക്കുന്ന പോലെ തന്നെ ഇല്ലേ. ഇനി നമുക്ക് ഇതിലോട്ട് മണിപ്ലാന്റ് ചെടി സെറ്റ് ചെയ്യണേ. ഇതുപോലത്തെ കുറച്ച് മണിപ്ലാന്റിൻ്റെ നീളമുള്ള തണ്ടുകൾ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് മണിപ്ലാന്റ് വേണമെങ്കിലും ചൂസ് ചെയ്യാവേ. ഞാനിവിടെ സാധാ മണിപ്ലാന്റ് ആണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ അടിഭാഗത്ത് ഇലയൊന്ന് നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാവേ. ഇതിൻ്റെ അടിയിലുള്ള വേരുകളും ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് ഇതിനെ ഒന്ന് നല്ല വൃത്തിയാക്കി ഭംഗിയാക്കി എടുക്കാം. ഇതിൻ്റെ അടിഭാഗത്ത് ഇത് ലീഫൊക്കെ കട്ട് ചെയ്ത് ഞാൻ മുഴുവൻ ഇതുപോലെ എടുത്തിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഇത് മുഴുവൻ മുകൾ ഭാഗം മാത്രം ഇലയുള്ള രീതിയിൽ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കമ്പിലോട്ട് ഈ മണിപ്ലാന്റിനെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാവേ. ഓരോ മണിപ്ലാന്റ് വീതം എടുത്ത് ഓരോ ശിഖരത്തിൽ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ത്രെഡ് വെച്ച് കെട്ടിയാലും മതി. ഞാനിപ്പം ഇവിടെ ഒരു ടേപ്പ് എടുത്ത് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ അത് സെറ്റായിട്ട് അവിടെ ഇരുന്നോളുവേ. താഴെയും മുകളിലായിട്ട് ഇതുപോലെ പശ ഒട്ടിച്ചു കൊടുക്കാം. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ലുക്ക് എങ്ങനെയുണ്ടെന്ന് കമൻറ്റായി പറയാൻ മറക്കല്ലേ. ഇതുപോലെ താഴ്ഭാഗത്തും ഒട്ടിച്ചു കൊടുക്കാം. ഇതിൽ പറ്റി പിടിച്ചിരിക്കുന്നത് പോലെ തോന്നണം. ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാവേ. ഇതിൻ്റെ മുകളിലും ഇതുപോലെ ടേപ്പ് വെച്ച് ഒട്ടിക്കാം. ഇതുപോലെ നമ്മളെടുത്ത മുഴുവൻ മണിപ്ലാന്റും ഇതുപോലെ ഈ കൊമ്പുകളിൽ ഒട്ടിച്ചു കൊടുക്കണേ. നിങ്ങൾ മണിപ്ലാന്റിനെയൊക്കെ വ്യത്യസ്തമായ രീതിയിൽ ചെയ്യാറുണ്ടോ എന്ന് കമൻറ്റ് ചെയ്യണേ. മണിപ്ലാന്റ് ചെടിയെ നമുക്ക് പല രീതിയിൽ ചെയ്യാൻ വേണ്ടി സാധിക്കുവേ. വേറൊരു മരം ഇതുപോലെ ചെയ്യുന്നതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുമേ. ഇതുപോലെ ഞാൻ ബാക്കിയുള്ള മുഴുവൻ മണിപ്ലാന്റ് കൊമ്പുകളും സെറ്റ് ചെയ്ത ശേഷം ജസ്റ്റ് ഒന്ന് അതിൻ്റെ മുകളിലെ കീറിയ ഇലകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒരു ബോട്ടിലോട്ട് സെറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ സാധാ ബോട്ടിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. ഞാനിവിടെ പെയിൻറ് ചെയ്ത് വെച്ച ഒരു ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ ഞാൻ അതിനകത്ത് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പെയിൻറ് ചെയ്ത ബോട്ടിൽ വേണമെന്നൊന്നുമില്ല, നിങ്ങളുടെ കയ്യിലുള്ള ഏത് ബോട്ടിലായാലും കുഴപ്പമില്ല. ചില്ല് ബോട്ടിലാണ് കൂടുതൽ നല്ലത്. ഇതെങ്ങനെയുണ്ട് നമ്മുടെ മരത്തിൻ്റെ ഫൈനൽ ലുക്ക്? ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. വീണ്ടും ഇതുപോലെയുള്ള വ്യത്യസ്ത വീഡിയോകളുമായി കണ്ടുമുട്ടാം. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.